Hi, I'm here to talk about IELTS. So, what's IELTS? IELTS എന്നത് വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ ആയി ശ്രമിക്കുന്ന വ്യക്തികൾക്ക് കടക്കേണ്ടി വരുന്ന ആദ്യത്തെ കടമ്പ തന്നെയാണ്. ഇത് ഒരു ഫിക്സഡ് ഫോർമാറ്റുള്ള ഇന്റർനാഷണൽ എക്സാം ആണ്. ഇതിൽ റീഡിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് എന്നിങ്ങനെ ലാംഗ്വേജിന്റെ 4 മൊഡ്യൂളുകളും ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ +2 പാസ്സായ ഒരാൾക്കോ ഡിഗ്രി പൂർത്തിയാക്കിയ ഒരാൾക്കോ വളരെ ഈസിയായി പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ് IELTS എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. So here are a few things to keep in mind before you take IELTS exam. Firstly, IDPയുടെ റിവൈസ്ഡ് സ്ട്രക്ചറിനെ ആസ്പദമാക്കിയുള്ള കോഴ്സ് മെറ്റീരിയൽസ് ആണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലിസണിങ്ങിൽ വിവിധ തരത്തിലുള്ള ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്സെന്റുകളുടെ എക്സ്പോഷർ നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ. ഇൻ അഡീഷൻ ടു ദാറ്റ്, അഡ്വാൻസ്ഡ് ലെവൽ വൊക്കാബ്സ്, സ്പീക്കിംഗ് കണക്ടേഴ്സ് മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതുപോലെയുള്ള പലതരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ IELTS എക്സാം നിങ്ങൾക്ക് പാസ്സാകുവാൻ സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കുട്ടിക്ക് വെറും 30 ദിവസം കൊണ്ട് IELTS പാസ്സാകാൻ കഴിയും. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ അല്പം വീക്കായ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തീരെ അറിയില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണ്ടുന്ന ഗ്രാമർ, വൊക്കാബ്സ്, റീഡിംഗ് പ്രാക്ടീസ്, റൈറ്റിംഗ് ട്രെയിനിങ് എന്നിവ നൽകിയതിനു ശേഷം മാത്രമാണ് IELTS ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇമിഗ്രന്റ് അക്കാഡമിയുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുന്ന ട്രെയിനിങ് ആണ് നമ്മൾ ഇമിഗ്രന്റ് അക്കാഡമി ഉറപ്പു നൽകുന്നത്. അതുകൊണ്ടാണ് റീഡിംഗ്, ലിസണിംഗ് മൊഡ്യൂളുകളിൽ കൺസിസ്റ്റന്റ് ആയി 9 സ്കോറും സ്പീക്കിംഗ്, റൈറ്റിംഗ് മൊഡ്യൂളുകളിൽ അബൌവ് 7 സ്കോറും മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. ഓരോ കുട്ടിയുടെയും കാലിബർ അനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഇമിഗ്രന്റ് അക്കാഡമിയിൽ നൽകി വരുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ഹാവ് എ ഹൈ ബാൻഡ് സ്കോർ, ജോയിൻ ഇമിഗ്രന്റ് അക്കാഡമി. It doesn't take a giant to do great things. Study hard and you will reach your dreams.